ഓക്കെ, ഒപ്റ്റിക് ഫൈബറിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം ആക്കിയിട്ടാണ് പഠിക്കാറ്. ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം, അതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെയും ചെറിയ എക്സ്പ്ലനേഷൻ. ഈ ടോപ്പിക്ക് മേ ബി നിങ്ങൾ ഈസിയിലും പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഈസി ടോപ്പിക്കിൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം 3 പാർട്ടുകളാണ്. ബ്ലോക്ക് ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കണം. 1 പാർട്ട്, ഒന്ന് ട്രാൻസ്മിറ്റർ, സെക്കൻഡ് വൺ ചാനൽ അഥവാ ഒപ്റ്റിക് ഫൈബർ, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് റിസീവർ. ദെൻ ട്രാൻസ്മിറ്ററിൻ്റെ 3 കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻപുട്ട് സിഗ്നൽ, എൻകോഡർ, മോഡുലേറ്റർ, ഒപ്റ്റിക്കൽ സോഴ്സ്. ദെൻ ഇവിടെ നിന്നുള്ള ലൈറ്റ് റേ, ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ഒപ്റ്റിക് ഫൈബർ ആൻഡ് റിസീവ്ഡ് ബൈ റിസീവർ. റിസീവറിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ലൈറ്റ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഫോട്ടോ ഡിറ്റക്ടർ, ദെൻ ഡീകോഡർ ഓർ ഡീമോഡുലേറ്റർ, ദെൻ ഔട്ട്പുട്ട് ഡിസ്പ്ലേ. 3 കമ്പോണൻസ്: ട്രാൻസ്മിറ്റർ, ചാനൽ അഥവാ ഒപ്റ്റിക് ഫൈബർ, തേർഡ് വൺ റിസീവർ. പിന്നെ ഓരോ പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയിൻലി കൺസിസ്റ്റ്സ് ഓഫ് 3 പാർട്സ്. 3 പാർട്ടാണ്. ഒന്ന് ട്രാൻസ്മിറ്റർ, സെക്കൻഡ് വൺ ചാനൽ ഓർ ഒപ്റ്റിക് ഫൈബർ, തേർഡ് വൺ റിസീവർ. ട്രാൻസ്മിറ്ററിൻ്റെ കമ്പോണൻസ് നമ്മൾ ഫിഗറിൽ പറഞ്ഞു. ഫസ്റ്റ് കമ്പോണൻറ്റ് ഇൻപുട്ട് സിഗ്നൽ. സോ ഇൻപുട്ട് സിഗ്നൽ ഫ്രം മൈക്രോഫോൺ ഓർ വീഡിയോ സിഗ്നൽ. ഓക്കെ, ഇൻപുട്ട് സിഗ്നൽ ഏതുമാവാം, ദാറ്റ് ഈസ് ഫ്രം മൈക്രോഫോൺസ് ഓർ വീഡിയോ സിഗ്നൽ. സെക്കൻഡ് കമ്പോണൻറ്റ് എൻകോഡർ. എൻകോഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. അനലോഗ് സിഗ്നലാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാവുക. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുക എന്നുള്ളതാണ് എൻകോഡറിൻ്റെ ഫംഗ്ഷൻ. സോ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഡിജിറ്റൽ സിഗ്നൽ. ദെൻ ഒപ്റ്റിക്കൽ സോഴ്സ്, നമുക്കറിയാം ഒപ്റ്റിക് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റാണ്. സോ പ്രൊവൈഡ് ലേസർ ലൈറ്റ് ഫോർ ട്രാൻസ്മിഷൻ. ഒപ്റ്റിക് ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ലേസർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്നുള്ള കമ്പോണൻ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ മോഡുലേറ്റർ. മോഡുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് ലൈറ്റ് സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ സിഗ്നൽ. നമുക്കറിയാം ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈറ്റ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ആ ലൈറ്റിനെ പിന്നെ എന്താക്കി മാറ്റണം, സിഗ്നൽ ഉള്ള ലൈറ്റാക്കി മാറ്റണം. സോ ഔട്ട്പുട്ട് ഓഫ് ഈ മോഡുലേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സിൻ്റെ ഔട്ട്പുട്ട് ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ മോഡുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡുലേറ്ററിൻ്റെ ഫംഗ്ഷൻ. മോഡുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് ലൈറ്റ് സോഴ്സ് with respect to information signal. So that's about transmitter, input signal, encoder, optical source, modulator. Input signal from microphone or video signal, encoder electrical signal digital signal ആയിട്ട് കൺവേർട്ട് ചെയ്യും. Optical source provide light for transmission through optic fiber. Modulator modulate output of light source with respect to information signal. ദ നെക്സ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ചാനൽ ഓർ ഒപ്റ്റിക് ഫൈബർ. സോ നമ്മൾ ചാനലായിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റിക് ഫൈബറാണ്. ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് ലൈറ്റ് ബൈ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ലൈറ്റ് സിഗ്നലിനെ റിസീവറിലോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റിക് ഫൈബറിൻ്റെ ഫംഗ്ഷൻ. ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് ലൈറ്റ് ബൈ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ലാസ്റ്റ് കമ്പോണൻറ്റ് റിസീവർ. റിസീവറിൻ്റെ മെയിൻ കമ്പോണൻസ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫോട്ടോ ഡിറ്റക്ടർ. കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒപ്റ്റിക് ഫൈബറിലൂടെ വരുന്ന ലൈറ്റ് സിഗ്നലിനെ സ്വീകരിച്ച് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോ ഡിറ്റക്ടർ. ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ 2 എക്സാമ്പിൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഫോട്ടോ ഡയോഡും പിൻ ഫോട്ടോ ഡയോഡും. രണ്ടിനെയും ഫംഗ്ഷൻ ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡീകോഡർ. Demodulate information from electrical signal and amplify it. ഫോട്ടോ ഡിറ്റക്ടർ ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഇലക്ട്രിക്കൽ സിഗ്നലിൽ നിന്നും ഇൻഫോർമേഷനെ ഡീമോഡുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ. സോ ഡീമോഡുലേറ്റ് ഇൻഫർമേഷൻ ഫ്രം ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ആംപ്ലിഫൈ ഇറ്റ്. ദെൻ ലാസ്റ്റ് പാർട്ട് ഔട്ട്പുട്ട് ഡിസ്പ്ലേ. മൈക്രോഫോൺ ആവാം, ടി വി ആവാം, കമ്പ്യൂട്ടർ ആവാം, എനി ഔട്ട്പുട്ട് ഡിസ്പ്ലേ യൂണിറ്റ്. സോ ദാറ്റ് ഈസ് ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സോ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രാം വൃത്തിയായിട്ട് വരയ്ക്കാൻ പഠിക്കുക, ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്പാരബിൾ ഒരു സിമ്പിൾ ടോപ്പിക്കാണ്.
ഒന്നെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനായിട്ട് 4 മാർക്ക് എസ് എ ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് ചോദിക്കാം. സോ 3 പാർട്ടാണ്. ഒന്ന് ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ. ട്രാൻസ്മിറ്ററിൻ്റെ കമ്പോണൻസ് ഇൻപുട്ട് സിഗ്നൽ, എൻകോഡർ, ദെൻ മോഡുലേറ്റർ, ഒപ്റ്റിക്കൽ സോഴ്സ്. ചാനലായിട്ട് ഒപ്റ്റിക് ഫൈബർ ഉപയോഗിക്കുന്നു. ദെൻ റിസീവറിൻ്റെ പാർട്ട് ഫോട്ടോ ഡിറ്റക്ടർ, ഡീകോഡർ ഓർ ഡീമോഡുലേറ്റർ, ദെൻ ഔട്ട്പുട്ട് ഡിസ്പ്ലേ. ദെൻ ഓരോന്നിൻ്റെയും ഫങ്ഷൻ. എൻകോഡർ ഈ സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. ദെൻ ഒപ്റ്റിക്കൽ സോഴ്സ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. മോഡുലേറ്റർ, ദിസ് ഔട്ട്പുട്ട് ഓഫ് ഒപ്റ്റിക്കൽ സോഴ്സ് ഇസ് മോഡുലേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫർമേഷൻ സിഗ്നൽ. Then this modulated light signal is transmitted through optic fiber. Then receiver is received it. റിസീവറിലെ ഫോട്ടോ ഡിറ്റക്ടർ ആ ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ആ ഇലക്ട്രിക് സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്ത് ഇൻഫർമേഷനെ ഡീമോഡുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡീകോഡറിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ വിൽ ഡിസ്പ്ലേ ഇറ്റ്. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓവർ കോപ്പർ കേബിൾ. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് കോപ്പർ കേബിൾ ട്രാൻസ്മിഷൻ ആയിരുന്നു. കോപ്പർ കേബിൾ ട്രാൻസ്മിഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ മിനിമം 6 പോയിൻ്റ് എഴുതണം. ഫസ്റ്റ് വൺ, ഹൈ ബാൻഡ് വിഡ്ത്ത്. ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷനെ കോപ്പർ കേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക് ഫൈബറിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദെൻ മീൻസ് ഫ്രീക്വൻസി റേഞ്ച് വളരെ കൂടുതലാണ്. ദെൻ സ്മോൾ സൈസ്, സ്മോൾ വെയ്റ്റ്. കോപ്പർ കേബിളിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ സൈസാണ്, സ്മോൾ വെയ്റ്റ് ആണ്. ദെൻ ഫ്രീ ഫ്രം ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. നമുക്കറിയാം കോപ്പർ കേബിൾ ആണെങ്കിൽ അത് ഇലക്ട്രിക്കൽ സിഗ്നലിനനുസരിച്ചും മാഗ്നറ്റിക് സിഗ്നലിനനുസരിച്ച് എന്ത് ചെയ്യും, വേരി ചെയ്യും. കാരണം അതൊരു ചാർജ് ചാർജ് ക്യാരിയിങ് കേബിളാണ്. സോ അതൊരു ചാർജിന് അനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഫിനോമിനാസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. സോ ഒപ്റ്റിക് ഫൈബർ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ഫ്രം ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ദെൻ നെഗ്ലിജിബിൾ ക്രോസ് ടോക്ക്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആൾക്ക് നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോൾ കിട്ടുകയുള്ളൂ. ദർ ഇസ് നോ ക്രോസ് ടാക്ക്. സോ നെഗ്ലിജിബിൾ ക്രോസ് ടാക്ക്. ദെൻ ലോസ്, ഹൈ സെക്യൂരിറ്റി, ലോങ് ലാസ്റ്റിംഗ് എക്സെട്ര. സോ നിങ്ങൾ ഏതെങ്കിലും 6 പോയിൻ്റ് പഠിച്ചു വെക്കുക. ഹൈ ബാൻഡ് വിഡ്ത്ത്, സ്മോൾ സൈസ് ആൻഡ് വെയ്റ്റ്, free from electrical and magnetic interference, negligible crosstalk, loss, high security and long lasting.